ഞാൻ കഴിക്കാറുള്ള വോഡ്കയാണ്. അപ്പോൾ അതായത് മാജിക് മൊമെന്റ് ആണ് കഴിക്കാറുള്ളത്, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ടച്ചിങ്സിന് കപ്പ, മീൻകറി അങ്ങനെ വെച്ചിട്ട് അടിക്കുക. അതാണ് എന്റെ പെട്ടിയാണ്. സ്വിച്ചിന്റെ പെട്ടി ഉപയോഗിച്ചില്ല. അതിന്റെ ഈ ഇതില്ലേ വീല് രണ്ടും പോയി, പൊട്ടിപ്പൊളിഞ്ഞു പോയി. മരിക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നി രേണു ചേച്ചി, ആ പെട്ടി എടുത്ത് കളഞ്ഞേക്കൽ അത് ഓർമ്മയ്ക്ക് ഒരു ചാക്കിലെങ്കിലും കെട്ടി ആ കട്ടിലടി വെക്കണേ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധി ചേച്ചിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. കാരണം എന്ന് പറയുമ്പോൾ ചേച്ചിയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് എന്തുവാ പറയുന്നത്, രേണു ചേച്ചിക്ക് തന്നെ ഒരു ബോധ്യവും ഇല്ല. എന്തെങ്കിലും അങ്ങ് പറയാം, വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട്. ഈ ഒരു രീതിയിലാണ് രേണു ചേച്ചി ഇപ്പോൾ സംസാരിച്ച് നിലവിൽ പോകുന്നത്. പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയക്കാരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു കമന്റ് കാണാനിരിക്കും, അതങ്ങ് വളച്ച് തിരിച്ചോടിച്ച് ചോദിക്കാൻ വേണ്ടി. അങ്ങനെ എന്തെങ്കിലും വിവരക്കേട് നിറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഈ രേണു ചേച്ചി എടുത്ത് അവരങ്ങ് ചോദിക്കും. പിന്നെ രേണു ചേച്ചിയുടെ കാര്യം അറിയാലോ, ഇതേ കൂട്ടൊരു ക്വസ്റ്റ്യൻ കേൾക്കാൻ വേണ്ടി രേണു ചേച്ചി നോക്കിയിരിക്കും എന്തെങ്കിലുമൊക്കെ തട്ടി പറഞ്ഞു വിടാൻ. തള്ളെന്ന് പറഞ്ഞ അങ്ങേ അറ്റോ. ഇതേ കൂട്ട് കുറേ സ്റ്റേറ്റ്മെന്റ്സ് ആ കൊല്ലം സുധിച്ചേട്ടനെ പറ്റിയും രേണു ചേച്ചി ഇപ്പം പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. ആ പുള്ളിയെ പറ്റി എല്ലാവരും മറന്നൊരു കാര്യം, അത് പിന്നെയും കുത്തിപ്പക്കി ഓരോ കാരണങ്ങൾ കൊണ്ടുവന്ന് ആ സുധിച്ചേട്ടൻ്റെ പേര് പിന്നെയും രേണു ചേച്ചി ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ടിരിക്കുക. അതിനോടൊന്നും ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. കിച്ചുചേട്ടൻ്റെ ഒരു വിഷയം വന്നപ്പോൾ അതിനകത്ത് സുധിച്ചേട്ടൻ്റെ പേരും ഓട്ടോമാറ്റിക്കലി രേണു ചേച്ചി വലിച്ചഴിച്ചുകൊണ്ടിരിക്കുക. ആദ്യം തന്നെ ചേച്ചിയുടെ ഒരു പോസ്റ്റ് എൻ്റെ കണ്ണിൽപ്പെട്ടത്, അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും പോസ്റ്റ് ഒന്ന് വായിക്കാം. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് തന്നത് കുറേ കടങ്ങളും പ്രാരാബ്ദങ്ങളും 2 മക്കളെയുമാണ്. രേണു സുധി. അതായത് ചേച്ചി പറഞ്ഞിട്ടുള്ളത്, സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ എനിക്ക് തന്നിട്ട് പോയത് കുറച്ച് കടങ്ങളും കുറച്ച് പ്രാരാബ്ദങ്ങളും 2 മക്കളെ. ഓക്കെ, സമ്മതിച്ചു. കുറേ കടങ്ങളും കുറേ പ്രാരാബ്ദങ്ങളും ചേച്ചിക്ക് തന്നിട്ടാ പോയെ. പക്ഷേ ആ സുധിച്ചേട്ടൻ്റെ പേര് കാരണം മാത്രമോ രേണു ചേച്ചി ആഗ്രഹിച്ചത് കൂട്ട് 7 സെന്റ് സ്ഥലവും അതിനകത്ത് ചേച്ചി ആഗ്രഹിച്ചതിനേക്കാളും വലിയൊരു വീടും സുധിച്ചേട്ടൻ്റെ ഒറ്റ പേര് കാരണമോ ചേച്ചിക്ക് കിട്ടിയത്. പിന്നെ ചേച്ചി ഇപ്പം ഇരിക്കുന്ന ഫെയിം എവിടെ നിന്ന് വന്നതാണെന്ന് രേണു ചേച്ചിക്ക് അറിയാമല്ലോ. കൊല്ലം സുധിച്ചേട്ടൻ, ആ ചേട്ടൻ്റെ പേര് കാരണം ചേച്ചിക്ക് ഇപ്പോൾ ഇത്രയും ഫെയിം കിട്ടിയെന്ന്. ചേച്ചിയാണെങ്കിൽ പിന്നെ നിൽക്കാനുള്ള സമയമില്ലല്ലോ. വിദേശങ്ങൾ തോറും പ്രൊമോഷൻ ഇനാഗ്രേഷനായിട്ട് രേണു ചേച്ചി നടക്കുമല്ലയോ. ഇതൊക്കെ കിട്ടിയത് ആ സുധിച്ചേട്ടൻ്റെ പേര് കാരണം മാത്രം. അല്ലാതെ രേണു ചേച്ചി ആക്ട്രസ്, പിന്നെ പാട്ടുകാരി, ഡാൻസുകാരി, ഇതൊന്നും കൊണ്ടല്ല. ആ സുധിച്ചേട്ടൻ്റെ പേര് വെച്ച് രേണു ചേച്ചി ഇങ്ങനെയൊക്കെ അഭിനയിച്ച് നടക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് റീച്ച് ക്രിയേറ്റ് ആവുന്നതുകൊണ്ട് മാത്രമേ രേണു ചേച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും. അല്ല, പിന്നെ രേണു ചേച്ചി വിചാരിക്കുന്ന അങ്ങ് ഫെയിം കാരണം രേണു ചേച്ചിയെ വിളിച്ചുകൊണ്ട് പോകാമെന്ന്. എന്തായാലും രേണു ചേച്ചി പിന്നെയും കുറേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വാഭാവികമായിട്ടും ചേച്ചിക്ക് ഇപ്പം ഈ വിദേശത്ത് നിന്ന് വന്നപ്പോൾ ഒരു ആൽബം കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞു കാണാം. ആൽബത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ ലോക്കൽ മീഡിയാസിൻ്റെ ബഹളമായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. രേണു ചേച്ചി എന്തെങ്കിലുമൊക്കെ വിവരക്കേട് തുറന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ചോദിച്ചേക്കുന്ന രേണു ചേച്ചിയുടെ ഇഷ്ടം പോലെ നല്ല രീതിക്ക് തന്നെ വിവാദമായിട്ടുള്ളൊരു വിഷയം, അതായത് രേണു ചേച്ചി വെള്ളം അടിക്കാറുണ്ടോ എന്ന്. അതിന് നല്ല ഉത്തരം രേണു ചേച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേൾപ്പിച്ച് തരാം, നോക്കിക്കോ. ഞാൻ കഴിക്കാറുള്ള വോഡ്കയാണ്. അപ്പൊ അയ്യോ, എന്തോ ഒരു സന്തോഷത്തോടെ രേണു ചേച്ചി അത് പറയുന്നത് നോക്കിക്കോണം. ഏതാണ്ട് അവാർഡ് കിട്ടിയ ലാഘവത്തോടെ രേണു ചേച്ചി പറയുന്നത് ഞാൻ കുടിക്കുന്നത് ഇന്ന ബ്രാൻഡാന്ന്. മാജിക് മൊമെന്റ് ആണ് കഴിക്കാറുള്ളത്, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ടച്ചിങ്സിന് കപ്പ, മീൻകറി അങ്ങനെ വെച്ചിട്ട് അടിക്കുക. അതാണ്. എല്ലാരും കേട്ടോണം കേട്ടോ, ചൊവ്വിനൊക്കെ കേട്ടോണം. കാരണം അത്രയ്ക്ക് നല്ല മെസ്സേജ് അല്ലേ രേണു ചേച്ചി സമൂഹത്തിന് വെച്ച് കൊടുക്കുന്നേ. ഇത് ഞങ്ങളാരും വെളിപ്പെടുത്തിയതല്ലല്ലോ. കാരണം രേണു ചേച്ചി ആണെങ്കിൽ തുടക്കത്തിലെ ഈ ഒരു സംഭവം പുറത്തു കൊണ്ടുവന്നപ്പോൾ രേണു ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പം ഈ മീഡിയക്കാരൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ കളിയാക്കാൻ വേണ്ടി രേണു ചേച്ചി അങ്ങ് പറഞ്ഞൊരു കാര്യം മാത്രമാണ്. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരോ തെളിഞ്ഞോണ്ട് വന്നോണ്ടിരിക്കും. രേണു ചേച്ചി ബ്രാൻഡ് ഉൾപ്പെടെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെയും കൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലയോ. ടച്ചിങ്സിന് കപ്പ, മീൻകറി, എന്തുകൂടെ ഇത് സത്യം പറഞ്ഞാൽ നല്ല മെസ്സേജാണ് രേണു ചേച്ചി കൊടുക്കുന്നത്. അല്ല, ഇതിനൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് ഞങ്ങൾ റിയാക്ഷൻ ചാനൽസ് വീഡിയോ ഇടുന്നത്. അപ്പോഴാണെങ്കിൽ കുറേ നെഗറ്റീവ് കമൻറ്റ്സ്, അതായത് രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ്. എനിക്കെന്ന് മാത്രമല്ല കുറേ റിയാക്ഷൻ ചാനൽസ് ഇതിനെ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ രീതി വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അവർക്കും പോയി നെഗറ്റീവ് കമൻറ്റ്സ് അയക്കുക. രേണു ചേച്ചി പറയുന്നത് കുറേ ആൾക്കാരിലോട്ടും കൂടെ എത്തട്ടെ എന്നും പറഞ്ഞാൽ ഞങ്ങൾ റിയാക്ഷൻ ചാനൽസ് അത് വീഡിയോ ആക്കി ഇടുന്നത്. അപ്പോൾ പിന്നെ അത് രേണു ചേച്ചിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകരമാവത്തല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇടുമ്പോൾ ഞങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്വാഭാവികമായിട്ട് രേണു ചേച്ചിയുടെ വളർച്ച തടയുക അവിടെ. അപ്പൊ രേണു ചേച്ചി പറയുന്നത് തെറ്റാണ്. ഞങ്ങളല്ല കമന്റോളികൾ, ഈ കമന്റ് അയക്കുന്നവരാണ് യഥാർത്ഥ കമന്റോളികൾ. ഓക്കെ ചേച്ചി, ഈ പ്രശ്നം വന്നപ്പോൾ കൊണ്ടുവന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പെട്ടെന്ന് ഒരു വരവല്ലായിരുന്നു. അതെ, പെട്ടെന്നൊരു വരവായിരുന്നു. രേണു ചേച്ചിയുടെ പ്രൊമോഷൻ്റെ ഒക്കെ തിരക്കിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അവിടെ യുദ്ധമൊക്കെ ആയിട്ട് ഫ്ലൈറ്റ് ഒന്നും കിട്ടാനില്ലായിരുന്നു. അങ്ങനെ 2-ാം തീയതിക്ക് എത്തുമെന്ന് പറഞ്ഞ് രേണു ചേച്ചി എത്തിയപ്പോൾ 4-ാം തീയതിയായി. അങ്ങനെ പെട്ടെന്ന് വന്നുകൊണ്ട് രേണു ചേച്ചിയുടെ ഒരു പെട്ടിയും എടുക്കാൻ പറ്റില്ല. പെട്ടി പോലീസുകാർ പിടിച്ചു വെച്ചെന്നൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്. സത്യാവസ്ഥയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും 2 പെട്ടിയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഒന്ന് സുധിച്ചേട്ടൻ്റെ പെട്ടി, ഒന്ന് രേണു ചേച്ചിയുടെ പുതിയ പെട്ടി. അങ്ങനെ അവിടെ പോയി അവിടെ പെട്ടി ഒരെണ്ണം കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞപ്പോൾ രേണു ചേച്ചി ഒരു ത്യാഗം എന്ന രീതിയിലാണെന്ന് തോന്നുന്നത്. രേണു ചേച്ചിയുടെ സ്വന്തം പുതിയ പെട്ടി കൊണ്ടുപോയി കളഞ്ഞിട്ട് സുധിച്ചേട്ടൻ്റെ ആ പൊട്ടിയ പെട്ടിയും കൊണ്ട് അത് തിരിച്ചു വന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ ആൾക്കാർ വെളിയിലോട്ട്
ഇറക്കത്തില്ലെന്ന് അറിയാം കേട്ടോ. പെട്ടി കാർഗോയിൽ വന്നാൽ ഞങ്ങൾ അപ്പൊ തന്നെ അറിയും കേട്ടോ രേണു ചേച്ചി. അതൊന്നും ഒളിച്ചു വെക്കാൻ എന്തായാലും നോക്കണ്ട. രേണു ചേച്ചി ഒരു കള്ളി, അതുകൊണ്ട് ഇതൊക്കെ കാണിക്കും എന്തായാലും. ഇനി നിങ്ങളാരും തെറ്റിയിരിക്കണ്ട. കാരണം എന്ന് പറയുമ്പോൾ രേണു ചേച്ചി സ്ഥിരമായിട്ട് വെള്ളം അടിക്കുന്ന ഒരാളെ അല്ല. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ തെറ്റിയിരിക്കാൻ നിൽക്കുന്നത്? രേണു ചേച്ചി അങ്ങനെ സ്ഥിരമായിട്ടൊന്നും വെള്ളം അടിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലായി. രേണു ചേച്ചി അതിനൊരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്, അതൊന്ന് കേട്ട് നോക്ക് നിങ്ങൾ. അങ്ങനെ ഒരു മൂടൊന്നും ഇല്ല എല്ലാ ദിവസവും വെള്ളം അടിക്കണം, അങ്ങനത്തെ ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരാളല്ല ചേച്ചി. അടിക്കൊന്നും അല്ല വെള്ളം അടിക്കും. ചേച്ചി വല്ലപ്പോഴും ഒക്കെ അടിക്കും, അതേ ഉള്ളൂ. അല്ലാതെ രേണു ചേച്ചി എല്ലാവരും കൂടെ കളിയാക്കുന്ന രീതിക്ക് രേണു ചേച്ചി ഒന്നും അടിക്കത്തില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കും. പാവം രേണു ചേച്ചി. എല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, എല്ലാ ദിവസവും മൈൻഡ് ഓക്കെ അല്ലെന്നല്ല, മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, സാധാരണ എല്ലാവരും മൈൻഡ് ഓക്കെ അല്ലെങ്കിലാണ് കഴിക്കാറ്. ഞാൻ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. അല്ല എന്ത് സത്യം പറഞ്ഞ് ഉദ്ദേശിച്ചേ? തുടക്കത്തിൽ പറഞ്ഞ് മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, അല്ല മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, അല്ല മൈൻഡ് ഓക്കെ ആണെങ്കിൽ, ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാൻ എൻ്റെ പൊന്നു രേണു ചേച്ചി. ഈ ക്യാമറ കാണുമ്പോൾ എല്ലാം അങ്ങ് മറന്നു പോകും. ഞാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ കുടിക്കാറുള്ളൂ രേണു ചേച്ചി. കാര്യമൊക്കെ ശരിയാ ചേച്ചി, വല്ലപ്പോഴേ വെള്ളം അടിക്കത്തുള്ളൂ. പക്ഷെ വെള്ളം അടിച്ചാൽ വായിന്ന് വരുന്ന വർത്താനമൊക്കെ ഇങ്ങനത്തെയാ. നീ എന്നെ വിളിച്ച മാ കുട്ടിയോ? നിന്റെ വീട്ടില് എല്ലാരും ഞാൻ അത് വിളിച്ചേക്കുന്നത് പോടാ പാട്ടി. ഞാൻ പാടുകൂടാ വേണം, നീ കേട്ടാ വന്നല്ലേ, നീ എന്റെ ലൈവ് ഇരിക്കുന്ന പോടാ ചേച്ചേ. എന്തായാലും നല്ല മെസ്സേജ് രേണു ചേച്ചി സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. പല പ്രാവശ്യവും വന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങൾക്കൊക്കെ ചെയ്യുന്നത്, ഇതോട്ടുള്ള ദ്രോഹങ്ങളാ ചെയ്യുന്നത്, ഇതോട്ടുള്ള മെസ്സേജൊക്കെ ഈ സോഷ്യൽ മീഡിയയിലോട്ട് വന്ന് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരും കൂടെ സോഷ്യൽ മീഡിയ എടുക്കാൻ മടുക്കും. അത് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയുള്ള ചെയ്യും എൻ്റെ പൊന്നു രേണു ചേച്ചി. ഇനിയെങ്കിലും ഇങ്ങനത്തെ വിവരക്കേട് ആവർത്തിക്കല്ലേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും രേണു ചേച്ചി കാറിൽ നിന്നുള്ള മാസ് എൻട്രിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു നോക്ക്. ഇന്ന് ആദ്യമായി കാണുകയാണ്. രേണു ചേച്ചി ആരുടെ ആദ്യമായിട്ട് കാണുന്നത്? കേരളക്കാർക്ക് മൊത്തം അറിയാം ഞങ്ങളുടെ രേണു ചേച്ചിയെ. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അറിയാഞ്ഞിട്ടാണ് നീയൊക്കെ ക്യാമറ കൊണ്ട് പോകുന്നേ. ഇവിടെ എന്താ പരിപാടി? റിസോർട്ടില് ആൽബത്തിന്റെ ഷൂട്ടിന് വന്നതാ. പുതിയ ആൽബം പേരെന്തായിരുന്നു? പേരറിഞ്ഞൂടെ കേട്ടോ. ആൽബത്തിൽ അഭിനയിക്കാനും കാശ് മേടിക്കാനും അറിയാം, പക്ഷെ ആൽബത്തിന്റെ പേരൊന്നും അറിയേണ്ട ആവശ്യമൊന്നും രേണു ചേച്ചിക്കില്ല. അങ്ങനെയൊന്നും ചോദിക്കില്ല. കാരണം സെലിബ്രിറ്റി അല്ലേ, ആയിരക്കണക്കിന് ആൽബങ്ങളുടെ പേര് തലയിൽ കൂടെ കിടന്ന് കറങ്ങുമ്പോൾ ഒരു ആൽബത്തിന്റെ പേരൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി രേണു ചേച്ചിക്ക് എവിടുന്നാണ് സമയം? അതൊക്കെ മനസ്സിലാക്കി ഇനി ക്വസ്റ്റ്യൻ ചോദിക്കേ. ഞാൻ പറഞ്ഞില്ലേ, റാസൽ കൈമേന്ന് വന്നതിന് ശേഷം രേണു ചേച്ചിക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. കാരണം എന്ത് ചോദിച്ചാൽ കഴിഞ്ഞാലും അവിടെ കിടന്ന് അങ്ങ് ചിരിക്കുവോ. ഇനി നേരത്തെ രേണു ചേച്ചി പറഞ്ഞു വിട്ട് ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സന്തോഷം വരുമ്പോൾ വെള്ളം അടിക്കുമെന്ന് പറഞ്ഞു. ഇനി അതിന്റെ സൈഡ് എഫക്റ്റ് വല്ലതും ആണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ കാല ചെരുപ്പ് സുരേഷ് ചേട്ടാ ആരാധകരുള്ള കാലേജ് ഷൂസ്. അല്ല പുതിയൊരു അറിവും കൂടെ തന്നതിന് നന്ദി കേട്ടോ. ചേച്ചി അടിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുമ്പോൾ മാജിക് മൂവ്മെന്റ് അല്ലേ, അത് ചിരിക്കാനുള്ള മരുന്നാന്ന് അറിയിച്ചത് വളരെയധികം സന്തോഷം കേട്ടോ രേണു ചേച്ചി. നിലവിൽ നമ്മൾ രേണു ചേച്ചി സീലിംഗ് ബ്യൂട്ടി ആയത് എങ്ങനെയാണെന്നൊക്കെ ഇന്നലത്തെ വീഡിയോ കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. കുക്കുടാസനം, ശിർവാംഗാസനം, അങ്ങനെ പല രീതിയിലുള്ള ആസനങ്ങളൊക്കെ യോഗ എന്നൊരു രീതി ചെയ്താൽ രേണു ചേച്ചി സുന്ദരിയായത്. അതുകൊണ്ട് മാത്രം സുന്ദരി ആവത്തില്ലല്ലോ. ഇനി സീലിംഗ് ബ്യൂട്ടി ആവാൻ വേണ്ടി രേണു ചേച്ചി വേറെയും കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതും പറയുന്നുണ്ട് മീഡിയക്കാരും ചോദിക്കുമ്പോൾ. അതും നിങ്ങളൊന്ന് കേട്ട് നോക്ക്. പോയവരെക്കാളും ഭയങ്കര സുന്ദരിയായല്ലോ. മൊറോക്കോൺ ബാത്ത് ഒക്കെ ചെയ്ത് അവിടെ റോസസ് ഡ്യൂവിൽ ചെന്ന് മൊറോക്കൺ ബാത്ത് ഒക്കെ ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് അവിടെ ചെയ്തത്? മൊറോക്കോൺ ബാത്ത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് ഞാൻ എപ്പോൾ ചെന്നാലും റോസസ് ഡ്യൂവിൽ സ്മിത ചേച്ചിയുടെ അടുത്ത് ഞാൻ പോകുമല്ലോ, അപ്പൊ അങ്ങനെ പോയി. ഇതൊക്കെ നിങ്ങളെ പോലുള്ള പണക്കാർക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളല്ലേ രേണു ചേച്ചി. പാവങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക എൻ്റെ പൊന്നു രേണു ചേച്ചി. ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. രേണു ചേച്ചി മീഡിയക്കാരുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് പൊട്ടിക്കരയുന്ന ഒരു കാലം. രേണു ചേച്ചി അതിനകത്ത് പല സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട്. 500 രൂപയ്ക്ക് വരെ ഞാൻ കൈ നീട്ടിയിട്ടുണ്ടെന്നും അതേകൂട്ട് തന്നെ പൊട്ടിയ ഫോൺ എടുത്ത് കാണിക്കുക, അങ്ങനെ പല സ്റ്റേറ്റ്മെന്റ്സ് രേണു ചേച്ചി പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വില വരുന്ന ട്രീറ്റ്മെന്റ്സ് ആ രേണു ചേച്ചി ചെയ്യുന്നത്. എന്തിനേറെ പറയാൻ വേണ്ടി ഇടുന്ന ചെരുപ്പ് 200 രൂപയുടെ ആണെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുന്ന 35,000 രൂപയുടെ. ഇതേകൂട്ടുള്ള പൊങ്ങച്ചോടി രേണു ചേച്ചി എന്ന് നിർത്തുന്ന അന്ന് ഈ സോഷ്യൽ മീഡിയ നന്നാവും. എന്റെ പൊന്നു രേണു ചേച്ചി എന്തൊക്കെ പൊങ്ങച്ചു അടിച്ചു കഴിഞ്ഞാലും ഒരു കാര്യം എന്തായാലും രേണു ചേച്ചിക്ക് പറയാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നാച്ചുറൽ ബ്യൂട്ടി ആണെന്ന് രേണു ചേച്ചി പറയത്തില്ല കേട്ടോ. സുചേട്ടന്റെ പെട്ടിയാണോ ഇത്? സോറി അത് ഉപയോഗിച്ചാ സ്വിച്ചിന്റെ വെട്ടി ഉപയോഗിച്ചില്ല. അതിന്റെ ഈ ഇതില്ലേ വീല് രണ്ട് പോയി പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഇങ്ങനെ വലിക്കാൻ പറ്റത്തില്ല. അതല്ലേ വലിയ പുതിയ പെട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പുതിയ പെട്ടി അവിടെ കളഞ്ഞിട്ടല്ലേ ഞാൻ സ്വിച്ചിന്റെ പെട്ടി കൊണ്ടുവന്നത്. ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്, ദുബായിൽ നിന്ന് മേടിച്ചു. അതെനിക്ക് അറിയില്ല. സ്മിത ചേച്ചി കണ്ട് ഞാൻ ഇനോഗ്രേഷൻ പോയപ്പോൾ മേടിച്ചത് ഒരു ബ്ലൂ കളറിലെ പെട്ടി.
ചിലപ്പോ ആ പെട്ടിയുടെ ഐശ്വര്യമായിരിക്കും ഈ യാത്രകളൊക്കെ അല്ലേ രേണു? അതുകൊണ്ടായിരിക്കും ഞാനത് കളയാതെ തന്നെ വെച്ചിട്ടുണ്ട് ആവശ്യമായി. എന്തായാലും രേണു ചേച്ചിയുടെ സ്റ്റാൻഡേർഡിന് നല്ലത് ഇത് തന്നെ. ഇനി ആ സുധിച്ചേട്ടന്റെ പെട്ടി പൊട്ടിയതാണോ പൊട്ടിച്ചതാണോ എന്നൊക്കെ ദൈവത്തിന് അറിയാം. കാരണം അത് വലിയ പെട്ടിയല്ലേ, പഴയതല്ലേ. രേണു ചേച്ചിക്ക് ഇനി അതൊക്കെ കൊണ്ട് സെലിബ്രിറ്റി ആയതുകൊണ്ട് അതൊക്കെ കൊണ്ട് നടക്കുന്ന ഷെയിം ആയിരിക്കും. അതുകൊണ്ട് ചേച്ചി പുതിയൊരു പെട്ടിയും കൂടെ അങ്ങ് വാങ്ങിച്ച് ഇച്ചിരി ചെറുതായിട്ടുള്ള. എന്തായാലും അത് ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കുമെന്നാ പറഞ്ഞു. എന്റെ പൊന്നി രേണു ചേച്ചി, ആ പെട്ടി എടുത്ത് കളഞ്ഞേക്കൽ അത് ഓർമ്മയ്ക്ക് ഒരു ചാക്കിലെങ്കിലും കെട്ടി ആ കട്ടിലടി വെക്കണേ. ഇനിയിപ്പോൾ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. രേണു ചേച്ചിക്ക് അതൊക്കെ വലിയ എക്സ്പീരിയൻസ് അല്ലേ. ചേച്ചിക്ക് ഇതൊക്കെ ചെയ്ത് പരിചയമുണ്ടല്ലോ. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ. കാരണം രേണു ചേച്ചി ഇതും ചെയ്തതിനപ്പുറം ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ളത് ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്തേക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിയോ എവിടെ ഇത് വെച്ചേക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ കുറച്ചൊരു ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രൈറ്റ് പോകാം. അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ.